സെഷൻ. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1378 ദിവസമാണ് ഇന്ന്. നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നിത്യ ഡോക്ടറാണ്. നമുക്ക് ഏവർക്കും സുപരിചിതയായ നിത്യ ഡോക്ടർ നമുക്ക് ഇതിനകം ധാരാളം ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. നല്ല ഒരു കഥ പറയുന്നത് പോലെ ആണ് നമുക്ക് നിത്യ ഡോക്ടർ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത്. നിത്യ ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നിത്യ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എത്തിയില്ല. അപ്പോഴേക്കും ഇല്ലെന്നാ തോന്നുന്നത്. നിത്യ ഡോക്ടർ കാണാനില്ല. ഇംഗ്ലീഷ് സെക്ഷൻ കേൾക്കാൻ പറ്റിയില്ല. ഇന്ന് സെപ്റ്റിയെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. അതെ അതെ, സെപ്റ്റിയെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. അത് സാറിന്റെ ഡിഫറെന്റ് ഒപ്പീനിയൻ ആണോ ഈ പറഞ്ഞത്? അല്ല, കുറച്ച് നേരത്തെ ക്ലാസ് എടുത്തു തീർത്തു. അപ്പം സെപ്റ്റിയെ കുറിച്ചുള്ള ബാക്കി ഭാഗം പൂരിപ്പിച്ചതോ? അതെ അതെ. ഡോക്ടറെ ഞാൻ പിന്നെ പോസ്റ്റ് ആക്കുവാണ്. ഓക്കെ. പോസ്റ്റ് അല്ലേ ഇപ്പം? എന്തായാലും നിത്യ ഡോക്ടർ എത്തുമ്പോഴേക്കും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഈശ്വര പ്രാർത്ഥന. നന്ദി. സോറി, ഒരു മിനിറ്റ് ഡോക്ടർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഈ ചിക്കു എന്ന് പറയുന്ന ആരാണ്? ചിക്കു ഹോസ്റ്റ് അവരായിപ്പോയി. ആരും അത് മനസ്സിലാവില്ല. ഞാൻ ഡോക്ടറെ ഹോസ്റ്റ് ആക്കിയതാണ്. അപ്പോഴേ ചിക്കു ഒന്ന് ഡോക്ടർ ഷൈലയെ ഒന്ന് ഹോസ്റ്റ് ആക്കുവോ? ചിക്കു ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് ആയിരിക്കും. ഹിന്ദി. ഡോക്ടർ ചിക്കു, can you make Dr. Shaila as a host? Thank you so much. ഓക്കെ ഡോക്ടർ, ആയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മുകളിലും താഴെയായിരുന്നു തോന്നുന്നു, മാറിപ്പോയെന്തോ. നിത്യ ഡോക്ടർ എത്തേണ്ട താമസമേ ഉള്ളൂ. ധനേഷ് ഡോക്ടർ ഇല്ലേ? ഡോക്ടർ എന്ന ചികിത്സാനുഭവങ്ങളാണ് നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. നിത്യ ഡോക്ടർ നമുക്ക് അറിഞ്ഞൂടാത്ത പോലും പല മേഖലകളിലാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ക്ലാസ് എടുത്തത്. നിത്യ ഡോക്ടർ എത്തിയില്ലല്ലോ. നിത്യ ഡോക്ടർ കയറുമ്പോഴേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിസിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അമ്പാടി മാഡം ഉണ്ടല്ലോ. അമ്പാടി മാഡം ഉണ്ടോ? പോയോ? അതേ ഉണ്ടോ? അമ്പാടി മാഡം. ഹലോ, ഉണ്ട്. നിത്യ ഡോക്ടർ കയറിയിട്ടില്ല. അപ്പോഴേക്കും അതിന് എന്താണ് ലളിതാംബിക എന്നാ പറഞ്ഞിരുന്നത്. ഇതിന് നേരോണ്ട് ഞാൻ വിചാരിച്ച അത് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. 10 ദിവസം കയറാതിരുന്ന പറ്റിയും അതിന് എന്റെ പേരേ മറന്നുപോയി. എറണാകുളത്ത് താമസിക്കുന്നവര് തന്നെ മാഡത്തിന്റെ പേര് മാറ്റിയാലോ? അതാ പറഞ്ഞേ. ഇപ്പൊ എന്താണ് ലേറ്റസ്റ്റ് സെപ്പിയെ പറ്റി പറയുകയാണെങ്കിൽ, സെപ്പിയ നമ്മുടെ അടുത്ത് വന്ന് ഇരുന്നു കഴിഞ്ഞാല് സെപ്പിയ ഭയങ്കര സാഡാണ്, മെലങ്കോളിക്കാണ്. കണ്ടെത്തുന്ന ഇപ്പൊ രാംപരവേഷ് പറഞ്ഞ പോലെ ലീനി മാസിയായിട്ട് ക്ലോസ്മ ഉണ്ടാവും മുഖത്ത്. മുഖം കാണുമ്പോ തന്നെ അറിയാം. അവരങ്ങോട്ട് ഒരുമാതിരി
കാർമേഘം ഉരുണ്ടുകൂടിയേക്കണ പോലെയാണ് അവരുടെ മുഖം ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ പിന്നെ അവര് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരങ്ങോട്ട് കരയാൻ തുടങ്ങി. സോബ്സ് ഇങ്ങനെ വിങ്ങി 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 കരഞ്ഞോണ്ടാ അവര് പറയാ, ഏങ്ങലടിച്ച് കരഞ്ഞോണ്ട്. പൾസാറ്റിലൊന്നും അങ്ങനെ കരയില്ല. പൾസാറ്റിയുടെ കരച്ചിൽ ഒരു ഭംഗിയുള്ള കരച്ചിലാ. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ഇപ്പോഴത്തെ സെപ്പിയുടെ കരച്ചിൽ അങ്ങനെയല്ല. സെപ്പി അങ്ങോട്ട് ഇങ്ങനെ എന്താ പറഞ്ഞ ഇങ്ങനെ ഈ എന്താ പറയണ ഒരു ഏങ്ങലടിച്ച് നമുക്ക് പകുതി പകുതി വാക്കുകളെ പറയുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട് സെപ്പിയയ്ക്ക്. അതാണ് എനിക്ക് സെപ്പിയുടെ ഒരു ഒബ്ജക്റ്റീവ് സിംറ്റം ഞാൻ കാണുന്നത് അവര് ഇരിക്കുമ്പോൾ. പിന്നെ അവര് പൊതുവെ ചില്ലിയായിരിക്കും. അവര് ഫാൻ അണയ്ക്കാൻ പറയും നമ്മളോട്. പിന്നെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാവുന്ന ആ ഒരു ഇൻഡിക്കേഷൻസ് അതാണ്. അപ്പൊ ബാക്ക് ഏക്ക്, ഓവർ വർക്ക്, ഓവർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞില്ലേ, അവർക്ക് തന്നെ അറിയാം അവർക്ക് ഒരു ഫെമിനിൻ നേച്ചർ ഇല്ലെന്നറിയാം. ഇപ്പൊ ഒരു ലേഡിയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു ഫെമിനിൻ നേച്ചർ വരുമല്ലോ. പക്ഷെ അവരുടെ പെൽവീസ് നാരോ പെൽവീസ് ആയിരിക്കും. അവർ ശരിക്കും ആ ഒരു ടീനേജ് വരുമ്പോഴാണ്, ടീനേജ് വരെ സെപ്പിയ ഗേൾ നല്ല നല്ല ഭംഗിയുള്ള നല്ല ഇതായിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷെ ടീനേജ് വരുമ്പോൾ അവർക്ക് ഓരോരോ കാരണങ്ങളുടെ മെന്റൽ സ്ട്രെസ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരുമ്പോഴാണ് അവരുടെ വളർച്ചയെ തന്നെ അത് ബാധിക്കും. ഏറ്റവും കൂടുതൽ അത് ബാധിക്കപ്പെടുന്നത് പെൽവിക് റീജിയൻ ആണ്. അപ്പൊ പെൽവിക് റീജിയൻ നാരോ ആയിരിക്കും. അപ്പൊ അവർക്കറിയാം സ്ത്രീകളുടെ പെൽവിക് റീജിയൻ എപ്പോഴും ഇത്തിരി ഒന്ന് ബ്രോഡായിട്ട് അങ്ങനെയാണല്ലോ. അപ്പൊ അവർക്ക് ആ ഒരു ഫെമിനിൻ ക്യാരക്ടർ ഉണ്ടാവില്ല. അതിന്റെ സിംറ്റംസ് എന്താ പറയുന്ന സയൻസും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് തന്നെ അറിയാം അവരെ പറ്റി അങ്ങനെ മറ്റുള്ളവർക്ക് ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനാണെങ്കിൽ വലിയ ഇംപ്രഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അവര് ആ ഓപ്പോസിറ്റ് സെക്സിന് ഒരു ഇംപ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ അവർക്ക് കഴിയുന്നതിനെക്കാട്ടിലും അപ്പുറം അവര് പ്രയത്നിക്കും. അങ്ങനെയാണ് അവർക്ക് ആക്ച്വലി ദേ ഡോണ്ട് ഹാവ് എനി ഡിസയർ ടു കോയിഷൻ. പക്ഷെ അവര് അതിനെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെപ്പിയയ്ക്ക് 8ഉം 10ഉം പിള്ളേരുണ്ടാവും എന്ന് പറയുന്നത്. മനസ്സിലായോ? 10ഒക്കെ പിള്ളേരുണ്ടാവുന്നത് അവർക്ക് ഒരു എൻജോയ് ചെയ്തുണ്ടാവുന്ന കുട്ടികളല്ല. അവർ ദേ ആർ സറണ്ടറിങ് ടു ദെയർ ഹസ്ബൻഡ്. ആ ഒരു അങ്ങനെയുള്ള ഒരു സെപ്പിയാണ് എന്റെ സെപ്പിയ പിക്ചർ. ഞാൻ അപ്പോഴേ ഈ സെപ്പിയ എപ്പോഴും ലീൻ തിൻ അങ്ങനെ നാരോ അങ്ങനെയുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എന്നാണോ? എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും ഒരു സെപ്പിയ ഒരു ഇങ്ങനെ കൂടുതൽ ഗ്രാഫൈറ്റിനെ പോലെയോ കൽക്കരിയ കാർബിനെ പോലെയോ ഉള്ള ഒരു എന്താണ് തടിച്ച പ്രകൃതം സെപ്പിയയ്ക്ക് അധികം ഉണ്ടാവാറില്ല. അത് മാത്രമല്ല അവരുടെ പെൽവിക് റീജിയൻ ആണ് ഏറ്റവും ഒരു നാരോ പെൽവിക്കും. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് പറയും സെപ്പിയെ പറ്റി പറയുമ്പോ ബ്രോഡ്വേ ആണെന്ന് പറയും. അല്ല സോറി, എന്താണ് ഇത് നാഷണൽ ഹൈവേ ആണെന്ന് പറയും. ഒരു കുണ്ടും കുഴിയൊന്നും ഇല്ലെന്ന് പറയും. അത്രയ്ക്കും ഇതായിട്ടുള്ളതാണ് ഈ സെപ്പിയയുടെ ബ്രസ്റ്റ് ഒക്കെ. വളരെ നാരോ ഇതാണ്. അവർക്ക് തന്നെ അപ്പൊ സ്ത്രീക്ക് വേണ്ട ഒരു ഫെമിനിൻ നാച്ചറും ഇല്ലാന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ അട്രാക്റ്റഡ് ആവില്ല എന്നറിയാം. അതിന് അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ എല്ലാവരുടെ ഇഷ്ടങ്ങളും സാധിക്കുന്ന വിധത്തില് എല്ലാ ജോലിയും അവർ ചെയ്തുകൊണ്ട് നടക്കും. എന്റെ ഉള്ളിൽ ഇത് എനിക്ക് പ്രകാശൻ സാറ് പറഞ്ഞു തന്ന ഒരു സെപ്പിയ പിക്ചർ. മാഡം ആ പറഞ്ഞതൊന്ന് ക്ലിയർ ആയില്ല മാഡം. ലാസ്റ്റ് പറഞ്ഞ അവരെന്ത് ചെയ്യുമെന്ന് അവർക്ക് ഇപ്പൊ ഒരു സെപ്പിയ ലേഡിയെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ ഷീ നോസ് അവർക്കൊരു ഫെമിനിൻ നാച്ചർ ഒന്നും ഇല്ലെന്ന് അറിയാം. ബൈ ലുക്ക് ഇറ്റ്സെൽഫ് ഒരു മസ്കുലിൻ ആണ് അവരുടെ ഇത്. മനസ്സിലായോ? അപ്പൊ അവർക്ക് അട്രാക്റ്റഡ് ആവണം. ആ വീട്ടുകാരുമായിട്ടൊക്കെ എല്ലാവരും അട്രാക്റ്റഡ് ആവണം. അവരെ ദേ വാണ്ട് ലവ്. അതാണ് ഏറ്റവും ഈ സെപ്പിയുടെ ദേ ആർ ഡിസയറിംഗ് ഫോർ ലവ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? അവര് അതുകൊണ്ട് ഓവർ വർക്ക് ചെയ്യും. അവർക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ജോലി ചെയ്യും. അതാണ് മറ്റേ എന്താണ് ടൈലറിന്റെ ഒരു ഇതില് പറയുന്നില്ലേ, ഒരു 3-4 പിള്ളേരും ഒരു ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡും അവരുടെ ഇല്ലോസും പിന്നെ 3-4 പിള്ളേരും ഒരു സെർവന്റും ഒക്കെ ഉണ്ടെങ്കിലും ഈ സെർവന്റ് ഉണ്ടെങ്കിൽ ഒരു മെയ്ഡ് ഉണ്ടാവും. എന്നാലും ഈ ലേഡി ഈ ജോലി എല്ലാം ചെയ്തുകൊണ്ട് നടക്കും. എല്ലാവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് നടക്കും. അത് വാണ്ട് ടു ബി ഇംപ്രസ്ഡ്. ദാറ്റ്സ് ഇറ്റ്.
അങ്ങനെ ജോലി ചെയ്തായിരിക്കും ഓരോ നടുവേദന അങ്ങനെ അവർക്ക് കൂടുതൽ എക്സേർട്ട് ചെയ്യുന്തോറും അവർക്ക് റെസ്റ്റ് ഇല്ല, മെന്റലി ആൻഡ് ഫിസിക്കലി അവർക്ക് റെസ്റ്റ് ഇല്ല. അപ്പൊ അവര് ഫ്രസ്ട്രേറ്റഡ് ആവും, എല്ലാരോടും അവർക്കൊരു ഉള്ളിൽ വെറുപ്പായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു തണ്ടർസ്റ്റോം ഒക്കെ വരുമ്പോഴേ അവർക്ക് ഡാൻസിലൊക്കെ ഭയങ്കര ഇത് വരുന്നത്. ദേ വാണ്ട് ടു ഫോർഗെറ്റ് എവറിത്തിങ്. അപ്പൊ ഈ ലൈറ്റ്നിങ് അല്ലെങ്കിൽ തണ്ടർസ്റ്റോം ഒക്കെ വരുമ്പോ അവര് പറയാം, എന്റെ അടുത്ത് പല പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോ ഇട്ട് നോക്കുമ്പോ എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു ഡോക്ടറെ, ഈ മയില് ഡാൻസ് കളിക്കുന്ന പോലെ ഡാൻസ് കളിക്കാൻ തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സെപ്പിയ പേഷ്യന്റ്. അവർക്കൊക്കെ സെപ്പിയ കൊടുത്തു കഴിഞ്ഞാൽ അച്ചട്ടായിട്ട് 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ മാസം അവർക്ക് പ്രഗ്നൻസി കിട്ടുകയും ചെയ്യും. എനിക്ക് ഒരു സെപ്പിയെ പറ്റി എനിക്ക് പറയാനുള്ളതാണ്. നിത്യ വന്നില്ലേ? വന്നില്ല മാഡം. അപ്പോഴേ ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എന്താണ് പറയാനുള്ളത് ചോദിക്കുന്നത്. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സാറ് ഹരിഹരൻ സാർ ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. വന്നല്ലോ. ഹരിഹരൻ സാറിന് സെപ്പിയെ കുറിച്ചാണോ പറയാനുള്ളത്? അതെ, ഞാനിപ്പോ കേറിയപ്പോഴാണ് സെപ്പിയെ കുറിച്ച് കേട്ടു. എനിക്ക് ഈ ഏറ്റവും മറ്റുള്ള മെഡിക്കലില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഡിസിൻ ആണ് ഈ സെപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ അത് കേട്ടപ്പോ എന്തെങ്കിലും കമന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഡോക്ടർ ഇവര് നമ്മുടെ അമ്പാടി ഡോക്ടർ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റ് ആണ്. പക്ഷെ ഈ സെപ്പിയ ഉണ്ടല്ലോ, ബേസിക്കലി സെപ്പിയ ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ഈ മെയിൽ ഹോർമോൺസ് കൂടുതലും ഫീമെയിൽ ഹോർമോൺസിന്റെ ഇൻബാലൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഫെമിനിയൻ ക്യാരക്ടർ ശരിക്കുള്ളത് മാറിയിട്ട് അവർക്കൊരു മെയിൽ ക്യാരക്ടർ വരുന്നതിന്റെ കാര്യം അതാണ്. സപ്പോസ് അത് തന്നെ അതുകൊണ്ടാണ് അവർക്ക് ആ മസ്കുലിനിറ്റി അവിടെ വരാൻ കാര്യം അതാണ്. അത് നമ്മൾ പ്രത്യേകം ഉദ്ദേശിക്കേണ്ട കാര്യം വെച്ചാൽ പിന്നെ ഇവർക്ക് മെന്റൽ സ്റ്റേസിസ് ഉണ്ട്. മെന്റൽ സ്റ്റേസിസ് എന്ന് പറയുന്നത് എന്താ? ഈ മൂഡ്സ് ചേഞ്ചസ് ഉണ്ട്, മൂഡ്സ് ചേഞ്ചസ്. ഇപ്പൊ നമ്മൾ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവര് വേറൊരു മൂഡിലേക്ക് പോകും. നമ്മൾ വിചാരിക്കും അവര് കളിക്കുന്നു, അവര് ചിരിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാം ചെയ്യും. പക്ഷെ അറ്റ് ദി സെയിം ടൈം അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടൻ തന്നെ അവർക്ക് ദേഷ്യം വരും, ആങ്കർ വരും. അതാണ് അവരുടെ വേറൊരു പ്രത്യേകത. പിന്നെ ഇറിറ്റബിൾ ആണ് ഇവര് പൊതുവെ ഇറിറ്റബിൾ ആണ്. പിന്നെ ഈ ഒറ്റയ്ക്കിരിക്കാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. വാണ്ട് ടു ബി അലോൺ, വാണ്ട് ടു സ്റ്റേ അലോൺ. അത് അവർക്കുള്ള ഒരു ഇതാണ്. ഡിസ്ലൈക്ക് ആക്ച്വലി അവേർഷൻ ടു കമ്പനി. അത് സെപ്പിയയ്ക്ക് ഉള്ളതാണ്. പിന്നെ വേറെ ഒരു മെന്റൽ സിംറ്റം ഇതിന് ഉള്ള എന്താണെന്ന് അറിയാം. സെപ്പിയ ഒരു കാരണവുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കരയും. അപ്പൊ വീട്ടുകാരോ ഇല്ല ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്താ ഈ കുട്ടി ഇങ്ങനെ കരയുന്നേ എന്ന് നമ്മൾ അവരുടെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ആ കുട്ടിയുടെക്കലോ സ്ത്രീയുടെക്കലോ ചോദിക്കുകയാണെങ്കിൽ പറയും, എനിക്കറിയില്ല, എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അതായത് ക്രൈയിങ് വിത്തൗട്ട് റീസൺ. അത് സെപ്പിയയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ചെയ്യുമ്പോൾ ഇഷ്ടമാണെന്ന് തോന്നില്ല. ഫിയർ അതുപോലെ തന്നെയാണ് അവർക്ക് ഫിയർ ടു ബി അലോൺ. അത് ആ സ്റ്റേസിസ് വരുന്നതാണ്. അത് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്, അതേ സമയം തന്നെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടവുമാണ്. അതാണ് അവരുടെ ഒരു. പിന്നെ അവരുടെയൊക്കെ ഉള്ള എന്താ അറിയാമോ, ഒരു പോവർട്ടിയെ കുറിച്ച് അവർക്കൊരു ഭയമുണ്ട്, എപ്പോഴും ഭയമുണ്ട്. പിന്നെ ഇൻസാനിറ്റി, അതിനെക്കുറിച്ചും അവർക്കൊരു ഭയമുണ്ട്. പിന്നെ ഇവര് അമ്പാടി പറഞ്ഞ കണക്ക് ഇവര് ചില്ലി പേഷ്യന്റ് ആണ്. അത് അഗ്രവേഷൻ, അമിലിറേഷൻ ബൈ വാം ആണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ വേറൊരു പ്രത്യേകത ഈ അമ്പാടി പറഞ്ഞത് ശരിയാണെങ്കിലും അതെന്തിനാ അവർ കൂടുതൽ ജോലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിലിറേഷൻ ബൈ വിഗറസ് എക്സർസൈസ് ആണ് ഇവരുടെ മെന്റൽ സിംറ്റംസും ഇവർക്കുള്ള മാനസിക പ്രയാസങ്ങളും എല്ലാം അവർ വിഗറസ് എക്സർസൈസ്, അതായത് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ അവന് അമിലിറേഷൻ കിട്ടും. അതാണ് സെപ്പിയ കൂടുതൽ ജോലി ചെയ്യാൻ കാര്യം. അമ്പാടി പറഞ്ഞാൽ അത് ശരിയായിരിക്കും. പക്ഷെ എന്റെ കോൺസെപ്റ്റില്
ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ അമലിയറേഷൻ ബൈ ഫ്രഷ് എയർ. ഇവര് ഈ പിന്നെ അവരുടെ സിംറ്റംസ് ഫ്രഷ് എയറിലേക്ക്, അത് പൾസാറ്റിലേക്ക് ഉള്ളതുപോലെ തന്നെയാണ്. പക്ഷെ പൾസാറ്റിലെ വേറെ ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ ഇത് സെപ്പിയയ്ക്കും ഇത് തന്നെ അമലിയറേഷൻ ബൈ ഫ്രഷ് എയർ ആണ്. പിന്നെ ഇത് എനിക്ക് ഡോക്ടർ പറഞ്ഞു, ഈ തണ്ടേഴ്സ് ഈ സെപ്പിയയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഗ്രവേഷൻ ബൈ ഡൾ തണ്ടർ വേദനമുണ്ട്. അതാണ് ഈ കോൺട്രഡിക്ഷൻ ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഇവർക്ക് അമലിയറേഷൻ ബൈ തണ്ടർ സ്റ്റോമും ഉണ്ട്, ഇവർക്ക് ഇഷ്ടമാണ് തണ്ടർ സ്റ്റോം. അറ്റ് ദി സെയിം ടൈം അഗ്രവേഷനും ഉണ്ട്. പിന്നെ അഗ്രവേഷൻ ബൈ പ്രീമെൻസസ് ഇവരുടെ ഒരു മെയിൻ സിംറ്റം ആണ്. അതായത് ഈ നമ്മൾ പറയുന്നില്ലേ PMD, അതായത് ബിഫോർ മെൻസസ് ഉണ്ടാകുന്ന കുറച്ച് മെന്റൽ സിംറ്റംസ്, അത് ഈ സെപ്പിയയ്ക്ക് കൂടെ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സെപ്പിയ കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രയോജനം കിട്ടും. അഗ്രവേഷൻ പ്രീമെൻസസ്, അവരുടെ സിംറ്റംസ് ഒക്കെ ഈ പ്രീമെൻസ്ട്രൽ മെൻസസ് പീരീഡിൽ അഗ്രവേറ്റ് ചെയ്യും. പിന്നെ അഗ്രവേഷൻ അവർക്ക് പിന്നെ ഉള്ളത് ഏർലി മോർണിംഗ് ആൻഡ് ഈവനിങ്, അതും ഈ സെപ്പിയയ്ക്ക് ഉള്ളതാണ്. പിന്നെ അഗ്രവേഷൻ ബൈ ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് സെപ്പിയ. ലൈയിങ് ബൈ ലെഫ്റ്റ് സൈഡ്, ഇടതുവശത്ത് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് അഗ്രവേറ്റ് ചെയ്യും. അതാണ് അതിന്റെ. പിന്നെ വേറെ ഒരു സിംറ്റം ഞാൻ സെപ്പിയയിൽ ഓർക്കുന്നുണ്ട്. അതെന്താ അറിയാമോ? ഒരു സംശയം. ഈ ലൈങ് ഓൺ ലെഫ്റ്റ് സൈഡ് അഗ്രവേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? അത് ഏത് സിംറ്റം ആയാലും അങ്ങനെയാണോ? വെർട്ടിഗോ ഒക്കെ ലൈങ് ഓൺ ലെഫ്റ്റ് സൈഡ് അഗ്രവേഷൻ വരുമോ സെപ്പിയയ്ക്ക്? എനിക്ക് അത് ഈ അവരുടെ സിംറ്റംസ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ വെർട്ടിഗോ തന്നെ എടുത്തു. അപ്പൊ അവര് പറയുകയാണ്, എനിക്ക് ഇടതുവശം വെച്ച് കിടന്നാൽ കൂടുതലാണെന്ന് പറയുന്നത്, നമുക്ക് അപ്പൊ സെപ്പിയെ പറ്റി ചിന്തിക്കാം. അതാണ് ഞാൻ ചോദിച്ചത്. ചിന്തിക്കാം. അപ്പൊ പിന്നെ സെപ്പിയയുടെ ഒരു വലിയ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലാഷസ് ഓഫ് ഹീറ്റ്. അതായത് അവര് പറയും നമ്മുടെ കയ്യിൽ, എനിക്ക് ചൂട് എനിക്കിങ്ങനെ ഫ്ലാഷസ് ആയിട്ട്, അത് ഫ്ലാഷസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേക ഒരു വേവ് പോലെ ഇത് ഫ്ലാഷസ് ഓഫ് ഹീറ്റ്. അതും ഈ സെപ്പിയയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അമ്പാടി പറഞ്ഞനക്ക് ഈ സെപ്പിയ സാധാരണ ഒരു 20-25 വയസ്സൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഒരു 18 വയസ്സ് 18 to 20, 23-25 ഒക്കെ ആകുമ്പോൾ അവര് നല്ല ടോൾ ആൻഡ് സ്ലിം ആയിരിക്കും. ഷി ഹാസ് നോട്ട് കർവ്സ്, ഒരു കർവ് ഉണ്ടാകത്തില്ല അവരുടെ ശരീരത്തിന്റെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കർവ് ഉണ്ടാകത്തില്ല. അതാണ് അതിനകത്ത് പറയുന്നത്. ഒരു വ്യക്തിത്വം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അത് പറയാമോന്ന് അറിഞ്ഞൂടാ. ആരാ? നമ്മളൊരു സ്പോർട്സ് താരം. പറ. ശരിയാ. അത് തന്നെ സെയിം. നിങ്ങൾ അത് പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണ് ഡോക്ടറെ അത് അവര് സ്പോർട്സ് താരമായതെന്നറിയാമോ? ഷീ ഈസ് മസ്കുലിൻ. അവരില് ഇതുണ്ട്, ഈ മസ്കുലിൻ ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ മസിൽസ് ഒക്കെ നമ്മൾ പിടിച്ചു നോക്കണം. നമ്മള് പൾസാറ്റില പേഷ്യന്റെ കയ്യെ പിടിക്കുമ്പോ ഉണ്ടല്ലോ, ഈ BP ഒക്കെ എടുക്കാൻ നേരത്ത് കയ്യെ പിടിക്കുമ്പോ പ്ലക്ക് എന്ന് പറഞ്ഞിരിക്കും. അതേസമയം സെപ്പിയ പേഷ്യന്റ് അങ്ങനെ ഇരിക്കത്തില്ല. സെപ്പിയ പേഷ്യന്റെ പിടിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക രീതിയായിരിക്കും. അവർക്ക് മസ്കുലർ നേച്ചറാണ്. ചിലപ്പോ ഇരുമ്പ് പോലെ ഇരുന്നില്ലെങ്കിലും ഇങ്ങനെ പ്ലക്ക് എന്ന് പറഞ്ഞിരിക്കത്തില്ല. അതാണ് സെപ്പിയയുടെ പ്രത്യേകത. എന്താണ്, ഒരു ഫീമെയിൽ ഇതില്ല, കൺസിസ്റ്റൻസി അല്ല. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയാം, ഈ ബ്രസ്റ്റിന്റെ കാര്യം പറഞ്ഞ പൾസാറ്റിലെ ബ്രസ്റ്റ് എങ്ങനെ ഇരിക്കുന്നത് അറിയാമോ? വലിയ 2 കുടം പോലെ ഇരിക്കും. കുടം പോലെ, അതായത് ഒരു 10-30-35 വയസ്സായി കഴിഞ്ഞാൽ വലിയ ബ്രസ്റ്റാ അവരുടെ. അതിന് സെപ്പിയയുടെ ബ്രസ്റ്റ് ചെറിയ ബ്രസ്റ്റാ, ഫ്ലാറ്റൻഡ് ചെസ്റ്റ് എന്നാണ് അവരെ. പിന്നെ അവരുടെ ഈ ചെസ്റ്റ് ഡെവലപ്മെന്റ്സ്, ഈ മാമയൊക്കെ ഉണ്ടല്ലോ, വളരെ ചെറുത്, ഡെവലപ്മെന്റ്സ് വളരെ കുറവാ.
അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ്സ് കുറവായിട്ടുള്ള മാമയുള്ളവർക്ക് നമുക്ക് സെപ്പിയ കൊടുക്കാം. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ അത് മസ്കുലിൻ ഇതുള്ളത് കൊണ്ടാണ്. അവർക്ക് ഈ ഹോർമോൺസിന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അവരുടെ ബ്രസ്റ്റ് അങ്ങനെ വരുന്നത്. ഒരു സെപ്പിയ പേഷ്യന്റ് നമുക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കും. ഒറ്റ നോട്ടത്തിൽ അവരുടെ ആ ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണണം. നമ്മുടെയൊക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ ആറ്റിറ്റ്യൂഡ് കാണണം. അവർ നല്ല 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 കറേജിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അതേസമയം പൾസാറ്റിലെ അങ്ങനല്ല. അവള് നാണം കുടുങ്ങിയാണ്. അവളുടെ സംസാരം ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ലാക്ടസിസ് അങ്ങനെയല്ല. ലാക്ടസിന് എവരിത്തിങ് ഈസ് ഡൗട്ട്. എല്ലാം സംശയമാണ് ലാക്ടസിസ്. സോ ഇറ്റ് ഈസ് സസ്പീഷ്യസ് ആൻഡ് ഷീ വിൽ ടോക്ക് മോർ. ദാറ്റ് ഈസ് സസ്പീഷ്യസ് ആൻഡ് ലൊക്കേഷ്യസ്. ദാറ്റ് ഈസ് ദ പ്രൈം സിംറ്റം ഓഫ് ലാക്ടസിസ്. അത് ത്രൂ ഔട്ട് ലൈഫ് അങ്ങനെയാണ്. ത്രൂ ഔട്ട് ലൈഫ് അങ്ങനെയാണ്. തൊട്ട് അയൽവക്കത്ത് എനിക്കൊരു സ്ത്രീ അറിയാം, എൻ്റെ അയൽവക്കത്തിലാണ്. എന്തൊരു സംസാരമാണ്. അവര് വിടത്തില്ല ആൾക്കാരെ. ഒരു ഗസ്റ്റ് ചെന്നാൽ പോലും വിടില്ല. അത് അവിടുന്ന് സംസാരിച്ചു, അകത്തുനിന്ന് സംസാരിച്ചു, അത് കഴിഞ്ഞ് വെളിയിൽ സംസാരിച്ചു, ഗേറ്റിന്റെ അവിടം വരെ സംസാരിച്ചു, എന്നിട്ട് പോകും. എന്നിട്ട് തിരിച്ച് ഭർത്താവിന്റെ കയ്യിൽ ഇവരെ പറ്റിയുള്ള സകല കുശുമ്പും പറയും. അതാണ് ആ ലാക്ടസിന്റെ പ്രത്യേകത. ഇതൊക്കെ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളവർ ഇഷ്ടം പോലെയുണ്ട്. അതാണ് അതിന്റെ നോ കർവ്സ്, അത് ഫ്ലാറ്റൻഡ് ചെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉള്ളതെന്നറിയാം, പിന്നെ വേറെ പ്രത്യേക സെപ്പിയയുടെ ദേഹത്ത് നോക്കണം. നമ്മള് ദേഹത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ കാണും. ഒരു പ്രത്യേക പിഗ്മെന്റേഷൻ കഴുത്തില്, കയ്യില് ഒക്കെ ഒരു ബ്രൗണിഷ് പിഗ്മെന്റേഷൻ ഉണ്ടാവും സെപ്പിയയ്ക്ക്. അത് സെപ്പിയ കൊടുത്താൽ മാറും. മാത്രമല്ല ഈ കരിമംഗല്യം എന്നും പറഞ്ഞ് നമ്മൾ കാണത്തില്ലേ, മുഖത്ത് കാണുന്ന കരിമംഗല്യം, അതിന് സെപ്പിയ നിങ്ങൾ കൊടുത്തു നോക്കിയേ. അത് പറഞ്ഞോണ്ട് കൊടുക്ക്, ഞാനൊരു 6 മാസത്തിനകം നിങ്ങളുടെ മുഖത്തെ കളർ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേ, കൃത്യമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ആ പിഗ്മെന്റേഷന് ഏറ്റവും നല്ല മെഡിസിനാണ് സെപ്പിയ. പിന്നെ വേറെ എന്ന് വെച്ചാല് ഇരിക്കുമ്പം ഈ സെപ്പിയ പേഷ്യന്റ് എപ്പോഴും ക്രോസ് ചെയ്തേ ഇരിക്കത്തുള്ളൂ. കാല് ഇങ്ങനെ ക്രോസ് ചെയ്തേ ഇരിക്കത്തുള്ളൂ. അത് അവരുടെ പ്രത്യേകതയാണ്. അത് എന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിംറ്റമാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഈ സെപ്പിയയ്ക്ക് പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ഉണ്ട്. പ്രൊലാപ്സ് ഓഫ് ഇൻ ഡ്യൂ കോഴ്സ് ആദ്യമൊന്നും കാണത്തില്ല. ഇൻ ഡ്യൂ കോഴ്സ് ഈ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് വരും സെപ്പിയയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദാറ്റ് we can give sepia 10 more dose. ബെയറിംഗ് ഡൗൺ സെൻസേഷൻ ഉണ്ടല്ലോ, അത് തടയാൻ വേണ്ടിയാണ്. അത് തന്നെ അതാണ് അതിന്റെ കാര്യം, ബിയറിംഗ് ഡൗൺ സെൻസേഷൻ. പിന്നെ എന്താ, ഇവരുടെ ഭക്ഷണം, ഈ പുളി മെഡോറിനത്തിന് ഉള്ളതുപോലെ തന്നെ ഇവർക്ക് പുളി ഇഷ്ടമാണ്. പുളി പച്ചമാങ്ങയൊക്കെ തിന്നും ഇവര്, പുളി ഇഷ്ടം പോലെ തിന്നും. അത് മെഡോറിനത്തിന്റെ, അതായത് സൈക്കോട്ടിക് സിംറ്റത്തിന്റെ, സൈക്കോട്ടിക് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് ഈ ക്രേവിംഗ് ഫോർ ഈ സ്വർ തിങ്സ്. അത് നമുക്ക് ഈവൻ ഞാൻ അത് ഈവൻ ഈ ആസ്മ പേഷ്യന്റിന് വരെ ഞാൻ കൊടുത്തത് മാറ്റിയിട്ടുണ്ട്. 2 സിംറ്റം മെഡോറിനത്തിന് ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഒത്തിരി പ്രയോജനം കിട്ടിയതാണ്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈയിങ് ഓൺ നീ ചെസ്റ്റ് പൊസിഷനും, പിന്നെ അടുത്തത് ഈ ക്രേവിംഗ് ഫോർ സോർ തിങ്സും. പിന്നെ ചില കുട്ടികൾ കമന്നേ കിടക്കത്തുള്ളൂ, അതിനും ഈ മെഡോറിനം നല്ലതാണ്. പിന്നെ അവരുടെ വേറെ പ്രത്യേകത പിക്കിൾസ് വലിയ ഇഷ്ടമാണ് സെപ്പിയയ്ക്ക്. പിക്കിൾസ് അച്ചാർ എത്ര കൊടുത്താലും അവർ കഴിച്ചോളും. പിന്നെ മധുരം ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഈ മദ്യപിക്കുന്ന പെണ്ണുങ്ങള് സെപ്പിയ പേഷ്യൻസ്, അവർക്ക് ആൽക്കഹോൾ ഇഷ്ടമാണ്, മദ്യപിക്കും. സെപ്പിയ പെണ്ണുങ്ങൾ മദ്യപിക്കും. അതുമൊക്കെ അതുകൊണ്ട് ഷീ ലൈക്ക് ഓൺ ആൽക്കഹോൾ. പിന്നെ അവേർഷൻ, നമ്മളിപ്പോ അവരുടെ ഇത്രയാണെന്ന് ഇതായിട്ട് പറഞ്ഞെങ്കിലും പിന്നെ അവേർഷൻസ് പറയുവാണെങ്കിൽ അവരുടെ അവേർഷൻ എന്ന് പറയുന്ന മിൽക്ക് അവർക്ക് അത്ര താല്പര്യമില്ല. നമ്മുടെ ഈ കാൽക്കേരിയ കാർബിന് ഉള്ളതുപോലെ തന്നെ ഈ മിൽക്ക് ഈ സെപ്പിയയ്ക്ക് ഇഷ്ടമല്ല. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ പോർക്ക്, ഈ അങ്ങനത്തെ ഇറച്ചിയൊന്നും ഇഷ്ടമല്ല. പിന്നെ അവേർഷൻ ടു സെക്സ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്താ കാര്യം? അതിന്റെ കാര്യം അവേർഷൻ ടു സെക്സ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് വജൈനിസ്മസ് ഉണ്ട്.
അപ്പൊ വജൈനിസ്മസ് ഉള്ളത് കൊണ്ട് എന്ത് പറ്റും, അവർക്ക് പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് സെപ്പിയ അവേർഷൻ ടു സെക്സ് പറയുന്നത്. പിന്നെ അവരുടെ ആ ടോട്ടൽ ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോഴും അവർക്ക് ഈ മസ്കുലിൻ, അവർക്ക് ആണുങ്ങളോട് ഈ ആണുങ്ങളെ കാണുന്നതും അവരോട് കൂട്ടുകൂടുന്നതും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഷീ ഡിസ്ലൈക്ക് ഇന്റർകോഴ്സ്. അതാണ് അതിനകത്തെ പ്രത്യേകത. അവര് ആൺപിള്ളേരായിരിക്കും അവളുടെ കമ്പനി മുഴുവൻ. ഫ്രണ്ട്സ് കൂടുതലും ആൺപിള്ളേരായിരിക്കും, പെൺപിള്ളേരായിരിക്കത്തില്ല. അത് സെപ്പിയയുടെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഈ സ്റ്റെറിലിറ്റിക്ക് ഏറ്റവും നല്ല മെഡിസിൻ ആണ് ഡോക്ടർ അമ്പാടി പറഞ്ഞ കണക്ക്. ഇറ്റ്സ് എ വണ്ടർഫുൾ മെഡിസിൻ ഫോർ സ്റ്റെറിലിറ്റി. അതിന്റെ മെയിൻ റീസൺ ഈസ് ഡെവലപ്മെന്റ്. അവരുടെ യൂട്രസ് ഈ മറ്റുള്ള ആ സമയത്തുള്ള സ്ത്രീകളുടെ യൂട്രസ് പോലെ അത്രയും ഡെവലപ്ഡ് ആയിരിക്കത്തില്ല. അപ്പൊ അൺഡെവലപ്ഡ് ആയിട്ടുള്ള യൂട്രസ് നമ്മൾ പരിശോധിക്കുമ്പോഴോ ഇല്ലെങ്കിൽ അതിനുള്ള ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാവുകയാണെങ്കിൽ സെപ്പിയ നമുക്ക് കൊടുക്കണം. അൺഡെവലപ്ഡ് യൂട്രസിന് ഏറ്റവും നല്ല മെഡിസിൻ ആണ് സെപ്പിയ. പിന്നെ ഫ്രിഡ്ജിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു. ഫ്രിഡ്ജിറ്റി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മരവിപ്പെന്ന് നമ്മൾ പറയും. ഈ സെക്സ് കാര്യത്തിൽ ഒരു മരവിപ്പ്, അതും ഈ സെപ്പിയയുടെ ഒരു മെന്റൽ സിംറ്റം ആണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവേർഷൻ ടു ഹസ്ബൻഡും വരും. അതൊക്കെയാണ് അവേർഷൻ ടു ഹസ്ബൻഡ്. അങ്ങനത്തെ ഹസ്ബൻഡിനെ ഇഷ്ടമില്ലാത്ത ഒത്തിരി സെപ്പിയ പേഷ്യൻസ് ഉണ്ട്. പിന്നെ വേറെ ഞാൻ കാണുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ മീശയുള്ള പെണ്ണുങ്ങള്, അതായത് മീശയുള്ള പെണ്ണുങ്ങളുടെ ഈ മുലഞ്ഞെട്ടയിൽ അതുപോലെ തന്നെ രോമം വരിക, മുഖത്ത് രോമം കിളുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ട്. ഇപ്പൊ ഒത്തിരി പെൺപിള്ളേർക്ക് ഇത് ഞാൻ കാണുന്നുണ്ട്. അവർക്കെല്ലാം ഞാൻ സെപ്പിയ CM ആണ് ഒരു ഡോസ് കൊടുക്കുന്നത്. ഇതിപ്പോ ഞാൻ ടുഗദർ ഒന്നോടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും സെപ്പിയ ഒരു നല്ല ക്യാരക്ടറാണ്. നമുക്ക് നമുക്ക് പേഷ്യന്റ് ആയിട്ട് കിട്ടുന്ന ഒരു നല്ല ക്യാരക്ടറാണ് സെപ്പിയ. കൊടുത്താ പറഞ്ഞാണൊക്കെ കേൾക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിർത്തിയാക്കട്ടെ ഡോക്ടർ? അതുപോലെ തന്നെ അവർക്കൊരു ഇതെന്ന് വെച്ചാൽ ദേ ആർ നെവർ വെൽ സിൻസ് ദയർ പ്യൂബർട്ടി. ആ പ്യൂബർട്ടി ആയപ്പോ മുതൽ തുടങ്ങിയതാ ഡോക്ടറെ എന്ന് പറയും അവര്. അത് ശരിയായിരിക്കുമല്ലോ, അത് ശരിയായിരിക്കുമല്ലോ ഡോക്ടറെ. ഹോർമോണിന്റെ ഡിഫറൻസ് വരൂല്ലേ, ഹോർമോൺ ചേഞ്ച് വരുന്നോണ്ടാണ്. ഹോർമോൺ അത് വരുമല്ലോ. ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൾസാറ്റില പെൺകുട്ടികൾക്ക് ഈ പീരീഡ് സമയത്ത് വലുതായിട്ട് വേദന വരുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷെ സെപ്പിയക്ക് അങ്ങനല്ല. സെപ്പിയ കുട്ടികൾക്ക് ഭയങ്കര വേദനയാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. പൾസാറ്റിലേക്ക് അധികം വേദന വരത്തില്ല. ആ ദിവസം എങ്ങാനും ഒരു വേദന വന്നതേ ഉള്ളൂ. പിന്നെ അവർക്ക് അത് ഫ്രീ ഫ്ലോ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്കാൻഡി ആയിരിക്കും ഫ്ലോ ഈ സെപ്പിയയുടെ. വളരെ സ്കാൻഡി ആയിരിക്കും. അവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ടറി ആയിരിക്കില്ല. പിന്നെ ഡ്രൈനസ് ഓഫ് വജൈന, ഇങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വജൈനയ്ക്ക് ലൂബ്രിക്കേഷൻ ഇല്ലാതെ വന്നാൽ തന്നെ അത് ഒരു എന്താ പറയണ്ടേ, ഈ അതുകൊണ്ടാണല്ലോ അവർക്ക് പെയിൻ അതുകൊണ്ട് അവർക്ക് അതുപോലെ തന്നെ ടെൻഡൻസി ടു ബാർത്തലനൈറ്റിസ്, ബാർത്തലിൻ ഗ്ലാൻഡിന്റെ ഇൻഫർമേഷന് കൂടുതൽ ടെൻഡൻസി ഉണ്ട്. അതെ, അതൊക്കെയാണ് സെപ്പിയക്കുള്ളതാണ്. നമ്മൾ ഈ ഒരു മെഡിസിൻ പഠിക്കുമ്പോ ഇതിന്റെ നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എപ്പോഴും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ. നമ്മുടെ കോമൺ സെൻസ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ പറ്റിയ മരുന്നുകളാണ് ഈ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ. പൾസെപ്പിയ, പൾസാറ്റില, നക്സോമിക്ക, അർജന്റൻ നൈട്രിക്കം, ലൈക്കോപോഡിയം, ഫോസ്ഫറസ്, കോസ്റ്റിക്കം, പിന്നെ നൈട്രിക് ആസിഡ് നൈട്രിക്കം, ഇങ്ങനെ ഈ ഏതാണ്ട് ഒരു 24 25 പോളിക്രസ്റ്റ് പഠിച്ചാൽ മാത്രം മതി നല്ല ഫണ്ടാസ്റ്റിക് ആയിട്ട് ക്രോണിക് ഡിസീസ് ചികിത്സിക്കാം.
ഈ ചുമ്മാതെ ഒത്തിരി ഈ റെയർ റെമഡിയിലൊന്നും കയറി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും മരുന്ന് ശരിക്കും പഠിക്കണം. ഒരു 25-30 എനിക്കൊന്ന് 25 മരുന്നേ കണ്ടുള്ളതുള്ളൂ. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള മെഡിസിൻ 25 ഉള്ളതെന്ന് തോന്നുന്നു. ഈ പോളിക്രസ്റ്റ്. ഈ പോളിക്രസ്റ്റ് പഠിക്കുകയാണെങ്കിൽ ശരിക്കും അത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും രോഗങ്ങൾക്കെല്ലാം നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്യാം. ഒരു 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 70-80% കേസസ് നമുക്ക് ഈ ഇത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈ പോളിക്രസ്റ്റ് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ സിംറ്റംസ് എല്ലാം പഠിക്കണം. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പെഷ്യാലിറ്റീസ് പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് ഇപ്പൊ നമുക്ക് ഇനിയും വരാൻ പോകുന്ന തലമുറ ഇതൊക്കെ പഠിച്ച് ഹോമിയോപ്പതി ഇപ്പൊ ഒരു പ്രത്യേകത കാണുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഈ സീസൺ വന്നില്ലേ. സീസൺ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ മെഡിക്കൽ കോളേജിലൊക്കെ പോവുകയാണെങ്കിലുണ്ടല്ലോ ഇഷ്ടംപോലെ പനിക്കാരും എല്ലാവരും ഉണ്ട്. പക്ഷെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഇപ്രാവശ്യം പനി പേഷ്യൻസ് വളരെ കുറവാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്റെയൊക്കെ ഒത്തിരി പേര് ശരിയാണ്. ആ എന്റെയൊക്കെ എനിക്ക് ഇവിടെ സറൗണ്ടിങ്സിലുള്ള ഹോമിയോപ്പതി ഡോക്ടർമാര് എന്നെ ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരു തൃക്കുന്നപ്പുഴ സാമാന്യം നല്ല പ്രാക്ടീസ് ഉള്ള ഒരു ചന്ദ്രബാബു എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ ഡോക്ടറെ പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റി, അക്യൂട്ട് ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു അത് ഡോക്ടർക്ക് മാത്രമല്ല എനിക്കും അക്യൂട്ട്സ് കുറവാണ്. ഞാൻ ക്രോണിക് ഡിസീസ് ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു പ്രശ്നമില്ലാത്തത്. ഒരു പ്രശ്നമില്ല, എനിക്ക് ഐ ലൈക്ക് ക്രോണിക് ഡിസീസസ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ യങ്സ്റ്റേഴ്സ് അങ്ങനെയല്ല. അവർക്ക് ഈ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും? വളരെ കുറവാണ്. ഈ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറുകാർക്കൊക്കെ സെയിൽസ് വളരെ കുറവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോറിൽ സെയിൽസ് വരുത്തുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റോറിൽ സെയിൽസ് വരുത്തില്ല. അത് അവര് തന്നെ നമ്മുടെ വന്ന് പറയും പിന്നെ വളരെ വളരെ മോശമാണെന്ന് അവർ പറയും. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാൻ മേല. ഇവിടുത്തെ ആലപ്പുഴയിലെ ഒരു മെയിൻ സ്റ്റോറുകാരൻ എൻ്റെ ഒക്കെ പറഞ്ഞത്, ഇന്നലെ അയാൾ മരുന്നും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ഫുൾ ഓൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. കാര്യം പിന്നെ അക്യൂട്ട്സ് ഉള്ളത് ഇപ്പൊ ഉള്ളതെല്ലാം അക്യൂട്ട്സ് പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണ്. പക്ഷേ അലോപ്പതി ഹോസ്പിറ്റൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അയാളെ ഒരു കാര്യത്തിന് വേണ്ടി കാണാൻ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ? എന്ത് ചെയ്യാനാ, ഇപ്രാവശ്യം ഇങ്ങനെയാ, ആരുമില്ല, എങ്ങനെയാ 10-15 സ്റ്റാഫിനെ പോറ്റിക്കൊണ്ട് പോകുമെന്ന് അറിയാൻ മേല. അങ്ങേരെ എൻ്റെ ഒക്കെ പറഞ്ഞതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ രോഗത്തിന്റെ ഇത് കുറഞ്ഞത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ഈ മഴക്കാലത്തൊക്കെ എന്തുമാത്രം ഇൻഫ്ലുവൻസ്, സ്നീസിങ്, ഫീവർ, ടെമ്പറേച്ചർ ഒക്കെ വരേണ്ടതാ. ഒന്നുമില്ല വേറൊരു ഇതെന്ന് വെച്ചാൽ അവർക്കൊരു ബോൾ സെൻസേഷൻ. അവർ ഇരിക്കുന്നിടത്ത് ഒരു ബോൾ ഇരിക്കണ പോലെ, ബോളിന്റെ മേളിൽ ഇരിക്കണ പോലെ തോന്നുന്നു പറയും. അതെനിക്ക് വേറെ ഒരു മെഡിസിനും അങ്ങനത്തെ ഒരു സിംറ്റം കിട്ടിയിട്ടില്ല. എനിക്ക് അത് അങ്ങനെ പറയണ ഞാൻ കേട്ടിട്ടില്ല. അത് ശരിയാണ്, കറക്റ്റാണ്. ഞാൻ ആ സിംറ്റം ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഈ ബോൾ ലൈക്ക് സെൻസേഷൻ അവിടെ മാത്രമല്ല, ഈ വജൈനയ്ക്കകത്തും ബോൾ രക്തത്തിലും അതെ, അതിലും അതെ, എല്ലായിടത്തും ഒരു ബോൾ ഇരിക്കണ പോലെ തോന്നുന്നു ഡോക്ടറെ എന്ന് പറയും. അത് ഞാൻ വേറെ ഒരു മെഡിസിനും അത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണാവോ? വളരെ ശരിയാ. ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. ഞാൻ പറയാം, ഈ വജൈനോസിൽ എന്നും പറഞ്ഞ് കെന്റ് റെപ്പർട്ടറിക്കകത്ത് ഒരു റൂബ്രിക് കിടപ്പുണ്ട്. കെന്റ് റെപ്പർട്ടില്ലാന്ന് എന്റെ ഓർമ്മ. അതിനകത്ത് there is only one medicine, that is സെപ്പിയ. ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടത്. ഒരു സ്ത്രീ 35-36 വയസ്സ് പ്രായം, 2 പ്രസവിച്ചു. അവർക്ക് ആ വജൈനയുടെ അകത്ത് ഒരു ഇങ്ങനെ തള്ളി വന്നിരിക്കുന്നു. അവര് മറ്റേ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇതാണ് എന്റെ സംഭവം. നിങ്ങൾ അവർ ഉദാഹരണം പറഞ്ഞ് വജൈനൽ ഹെർണിയ എന്നാണ് അവൻ പറഞ്ഞത്. വജൈനോസിലെ എന്നാണ് അതിന്റെ ശരിക്കുള്ള മെഡിക്കൽ നെയിം. സെപ്പിയ ഈസ് വൺ ഓഫ് ദി ഓൺലി വൺ മെഡിസിൻ ദാറ്റ് ഈസ് സെപ്പിയ. അത് സെപ്പിയ 10 ആണ് ഞാൻ ഒരു ഡോസ് കൊടുത്തത്. 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഇപ്പൊ ഒരു പേഷ്യന്റ് എനിക്ക് മിനിഞ്ഞാന്ന് വന്നു. ആ പേഷ്യന്റെ കംപ്ലൈന്റ് എന്താ വെച്ചാൽ അവരുടെ യൂട്രസ് എടുത്ത് മാറ്റിയതാ, പക്ഷേ അവരുടെ ഈ യൂറിനറി ബ്ലാഡർ പ്രൊലാപ്സ് ചെയ്യും.
കൊളാപ്സ് അത് ഞാൻ റെപ്പർട്ടൈസ് ചെയ്ത് ചിലതൊക്കെ നമുക്ക് റെപ്പർട്ടൈസേഷന്റെ ആവശ്യമില്ല, നമുക്ക് സിംറ്റം ബേസ് ആയിട്ട് തന്നെ കൊടുക്കാം. സെപ്പിയ നല്ല മെഡിസിനാ. സെപ്പിയ അതിന് സെപ്പിയാണ് മരുന്ന്. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സെപ്പിയ പേഷ്യൻസിന്റെ പെൽവിക് റീജിയൻ കംപ്ലീറ്റ് ഉണ്ടല്ലോ വീക്കാണ്. പെൽവിക് ഏരിയ കംപ്ലീറ്റ് വീക്കാണ്. അപ്പം അതിന് ഈ സെപ്പിയ ഈസ് വണ്ടർഫുൾ മെഡിസിൻ. വേറൊരു കാര്യം പറയും, വയറിൽ ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുള്ളൂ ഡോക്ടറെ എന്ന് പറയും. അതൊക്കെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിട്ടിയേക്കുന്ന ചില സെൻസ്. എനിക്ക് എന്റെ വയറിൽ ഒന്നുമില്ല, വയറങ്ങ് ആളിയ പോലെയെന്ന് തോന്നുന്നു. അതേസമയത്ത് അനാകാർഡിയമാണ് പറയണമെങ്കിൽ അവർക്ക് റിലീവ് ബൈ ഈറ്റിംഗ്. പക്ഷെ ഇവർക്ക് അങ്ങനെ ഇവർക്ക് ഭക്ഷണം കഴിച്ചാലും ആ റിലീഫ് ഇല്ല. അനാകാർഡിയം ഇങ്ങനെ പറയും, ഒന്നുമില്ലാത്ത പോലെ തോന്നുന്നു ഡോക്ടറിന്. പക്ഷെ അവർ വല്ലതും കുറച്ച് കഴിച്ചാലും മതി, അവർക്ക് ആ സെൻസേഷൻ മാറും. പക്ഷെ സെപ്പിയയ്ക്ക് അതില്ല, ആ ആൾഗോൺ സെൻസേഷൻ മാറില്ല. അതുപോലെ തന്നെ ഡിസ്ചാർജ് ആണെങ്കിൽ തിക്ക് ഗ്രീനിഷ് ആയിരിക്കും, കാലിവൈക്കൊക്കെ പോലെ ഒക്കെ പോലെ തിക്ക് ഗ്രീനിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. പിന്നെ അത്രയൊക്കെയാണ് ഞാൻ ഈ സെപ്പിയെ പറ്റി ഇങ്ങനെ എന്റെ മനസ്സിലുള്ള. ഈ നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് ഇലാബറേറ്റ് ചെയ്യാം വേണമെങ്കിൽ. ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെപ്പിയെ കുറിച്ച് 1-2 ദിവസം ഡിസ്കസ് ചെയ്യാൻ മാത്രം നമുക്ക് കിട്ടും. ഓരോ സിംറ്റത്തിനും ഈ കെന്റ് വെറ്റിനറി മെഡിക്കൽ ഇലാബറേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പിയ വന്നാല് ലീലിയംടിക്ക് ഇരിക്കുന്ന പോലെ കാല് കയറ്റി ഇരിക്കുള്ളൂ. ക്ലോസ്ഡ് ലെഗ്സ്. ഇരിക്കണ്ട, നമ്മളങ്ങനെ നോക്കിയാൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അവരെ ആ കാല് അവിടുന്ന് മാറ്റില്ല. അത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് സെൻസേഷൻ. ഇങ്ങനെ എന്തോ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്യുന്നു എന്നുള്ളൊരു സെൻസേഷൻ. അതാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഈ ടീനേജേഴ്സ് ഇതിനകത്തൊക്കെ വരുത്തില്ലേ, ഈ സെലിബ്രിറ്റീസ് അങ്ങനത്തെ കുറെ പെൺപിള്ളേരുണ്ടോ, അവരെല്ലാം ഇരിക്കുന്നത് നോക്കിയിട്ടുണ്ടോ? കാലുമേ കാല് കയറ്റി ഇരിക്കുന്ന. അതെന്താ കാര്യം എന്നറിയാമോ? അതാണ് സെപ്പിയയുടെ ഹോർമോണൽ ഇതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഹോർമോൺസിന്റെ ഇതാണ് പറഞ്ഞത്. ആണുങ്ങൾ സാധാരണയായിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത്, കാലുമേറ്റിയത്. അതുപോലെ തന്നെ ഈ സെപ്പിയ പേഷ്യൻസ്. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ഇതിലെ പീരിയഡില് ഭയങ്കരമായിട്ട് മുടി പോണെന്ന് പറഞ്ഞാലും ഈ സെപ്പിയ വളരെ എഫക്റ്റീവാണ് സമയത്ത്. അതും ഹോർമോണിന്റെ ഇതുകൊണ്ടാണ് വരുന്നത്. അതെ, ഹോർമോൺസിന്റെ ആണ്. ഈ സ്പോർട്സ് താരങ്ങളെ എനിക്ക് ചിലപ്പോ ഈ നമ്മുടെ ഇതിനകത്തെ ഈ IFPS ഒരിക്കലും ഒരു വീഡിയോ കാണിച്ചിട്ട് അതിനകത്ത് ഒരു ലേഡി ഓഫീസറെയാണ് കാണിച്ചത്. ഒരു പോലീസ് ലേഡി ഓഫീസറെയാണ് കാണിച്ചത്. ഷീ ഈസ് ആക്ച്വലി സെപ്പിയ. പക്ഷെ അന്ന് ക്ലാസ് എടുത്ത ഒരു 1 year ബാക്ക് ആ ക്ലാസ് എടുത്ത ആ ഡോക്ടർ വേറെ ഏതോ ഒരു പേരാ പറഞ്ഞത്, എന്റെ പൾസാറ്റിലെയോ ലാക്കസ് ഏതാണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അപ്പോഴേ കണ്ടപ്പോഴേ പറഞ്ഞു ദാറ്റ് ഈസ് സെപ്പിയ. അതുകൊണ്ടാണ് അവരാ കുതിരപ്പുറത്ത് ചാടി കയറുന്നതും ഓടിക്കുന്നതും ഒക്കെ. അതാണ് സെപ്പിയ. അതാണ് സെപ്പിയക്കുള്ള ഒരു കോൺട്രറി സിംറ്റം എന്താണെന്നറിയാമോ? ഭയങ്കര ഡിസ്നിയാക്കാണ്. അവര് ഭയങ്കര ശ്വാസം മുട്ടാ. പക്ഷെ അവർക്ക് ഡാൻസ് ചെയ്താലും അതുപോലെ തന്നെ ഇങ്ങനെ സ്പീഡിൽ നടന്നാലും അവർക്ക് ഒരു കുഴപ്പമില്ല. അല്ല ഡോക്ടറെ, അത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അമിലിയറേഷൻ ബൈ വിഗറസ് എക്സർസൈസ്. അതാണ് ആ ഒരു അതാണ് അതിനകത്തെ ആ റൂബ്രിക്. അതാണ് സിംറ്റം അമിലിയറേഷൻ ബൈ വിഗറസ് എക്സർസൈസ്. അതുപോലെ തന്നെ സെപ്പിയയുടെ യൂറിന് ഭയങ്കര സ്മെല്ലാണ് അവർ പറയും. ആസിഡ് ബെൻസ്, നൈട്രിക് ആസിഡ് ഒക്കെ പോലെ സിവിയർ ഒഫൻസീവ് ഓർഡർ ഉണ്ടാവും സെപ്പിയയുടെ യൂറിന്. ഇതൊക്കെ നമുക്ക് ഒരു സിംഗിൾ ഇതായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ഈ സെപ്പിയ കൊടുക്കുന്നത്. ഹരി പറഞ്ഞത് ബാക്കി മിക്കവാറും എല്ലാം അതുപോലെ തന്നെയാണ്. ശൈല കേൾക്കണില്ല, മ്യൂട്ടാ. ശൈല മ്യൂട്ടാ. സെപ്പിയെ കുറിച്ച് പറഞ്ഞ് ഏകദേശം 9:40 അത്രത്തോളം സെപ്പിയെ കുറിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് സെപ്പിയെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോഴേ അത് 2 മിനിറ്റ് കുറച്ച് നേരത്തെ 10 മിനിറ്റ് നേരത്തെ ആ ക്ലാസ് നിർത്തി. അത് ഇനിയിപ്പോ ഫാക്കൽറ്റിക്ക് എന്തെങ്കിലും
അത്യാവശ്യമുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ. പക്ഷെ നമ്മള് ഇതിലിപ്പോ സെപ്പിയെ കുറിച്ച് പറഞ്ഞിപ്പം 3/4 മണിക്കൂർ ആയിട്ടും തീരുന്നില്ല. അത്രത്തോളം പ്രാധാന്യവും സവിശേഷതകളും ഉള്ള മെഡിസിനാണ് സെപ്പിയ. അപ്പൊ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ആർക്കെങ്കിലും സെപ്പിയെ കുറിച്ച് പറയാനുണ്ടോ? അനുഭവങ്ങൾ? അതുപോലെ തന്നെ ഈ സെപ്പിയയുടെ മെൻസസ് ഇറഗുലർ ഇൻ ഓക്കറൻസ് ആസ് വെൽ ആസ് ഫ്ലോ. അവരുടെ ഡേറ്റും കറക്റ്റ് ആയിരിക്കില്ല, ഫ്ലോയും കറക്റ്റ് ആയിരിക്കില്ല. പൾസാറ്റിലെ പോലെ ചേഞ്ചിങ് ആയിരിക്കും എല്ലാം. പിന്നെ ഇപ്പൊ എന്തെല്ലാം ആക്ഷനായി. അക്യൂട്ട് കംപ്ലൈന്റിന് മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സെപ്പിയ ഉപയോഗിക്കാമല്ലോ. സെപ്പിയയുടെ ബാക്കി സിംറ്റം ചെയ്യുന്നെങ്കിൽ അതില് നമുക്ക് ബാക്ക് ഏക്കിനൊക്കെ അക്യൂട്ട് ബാക്ക് ഏക്ക് വരുമ്പോഴേക്ക് നമുക്ക് കൊടുക്കാമല്ലോ. കോൾഡ്, ഫീവർ, കോൾഡിനൊക്കെ ഉപയോഗിക്കാം. അതിനൊക്കെ ആണെങ്കിൽ സിംറ്റംസ് അത് വേണ്ടേ അവർക്ക്. ഇതുപോലെ തന്നെ ചില്ലി ആണെങ്കിൽ, അതുപോലെ തന്നെ അവർക്ക് ഈ ഫാറ്റിനോട് അവേർഷൻ ആണെങ്കിൽ ഒക്കെ നമുക്ക് നമ്മളവിടെ അക്യൂട്ട് ഇതൊന്നും നോക്കണില്ലല്ലോ. ഈ ഇതായിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിഫറൻസും ഒക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് സെപ്പിയ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും എനി കമന്റ്സ് അബൌട്ട് സെപ്പിയ? എന്തെങ്കിലും സെപ്പിയെ കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഹരിഹരൻ ഡോക്ടറുടെ കരിമംഗല്യത്തിന് ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നതെന്നൊന്ന്? ഹരിഹരൻ ഡോക്ടറെ കരിമംഗല്യം ഗ്യാരണ്ടി പറഞ്ഞല്ലോ. ഏത് പൊട്ടൻസിയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്ന 10 ആണ് ഡോക്ടർ ഉപയോഗിക്കുന്നത്. എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ എല്ലാം 10 ആണ്. അത് എത്ര 2 ഡോസ് മതിയോ? എല്ലാ മാസവും കൊടുക്കണോ? പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഞാന് ഈ ഇപ്പൊ ഞാൻ പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്രോണിക് ഡിസീസസിനും ഇങ്ങനെ ഈ മെയിൻ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ ഞാൻ റെസ്ക്യൂ റെമഡിയും കൂടെ കൊടുക്കാറുണ്ട്. പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാ ക്രോണിക് റെസ്ക്യൂ റെമഡി RR അതന്നെ ഈ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കും. എല്ലാ ക്രോണിക് ഡിസീസ് അത് മാത്രമല്ല എല്ലാ ക്രോണിക് ഡിസീസസിനും ഞാനിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അത് ഇതിന് ഈ മൈഗ്രെയിന് തന്നെ ഞാൻ പല മരുന്ന് കൊടുത്തിട്ടും കുറയാത്ത ഒരു മൈഗ്രെയിൻ ഞാൻ ഈ അടുത്ത സമയത്ത് വേറെ ഒരു മരുന്ന് മാറി കൊടുത്തിട്ട് ഈ RRും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അങ്ങനെ പിന്നെ വേറെ ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് അനുഭവം. ഇപ്പൊ ഞാൻ 10 ഒരു ഡോസ് കൊടുത്താൽ പോലും, ഇപ്പൊ നക്സോമിക്ക 10 ഒരു ഡോസ് കൊടുത്താൽ പോലും ഞാൻ അതിന്റെ കൂട്ടത്തില് നക്സോമിക്ക 0/3 ഒരു 7 പൊതിയും കൂടെ കൊടുത്തു വിടും. എന്നിട്ട് ഞാൻ പറയും ഈ നക്സോമിക്ക 0/3 കുപ്പിക്കകത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് നിങ്ങളെ തോന്നിയ പോലെ കുടിച്ചോളാൻ പറയും. അപ്പം ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നക്സോമിക്ക 10 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗാണ്. അത് ടൈം എടുക്കും, അത് കുറച്ച് സമയം എടുക്കും. ആ സമയം ഈ 0/3 കുറയ്ക്കും. അക്യൂട്ട് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് 0/3യും ഭാവി. അതെ അത് ഡോക്ടറെ ഈ പൊട്ടൻസീസ് എന്ന് പറഞ്ഞാല് പൊട്ടൻസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ റേഞ്ച് ഡെപ്ത് ഓഫ് ആക്ഷൻ ഈസ് ഡിഫറെന്റ്. ഡെപ്ത് ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആണ്. ഇപ്പം 10 ആക്ട് ചെയ്യുന്ന സ്ഥാനത്ത് ഒരിക്കലും 30 200 ആക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 0/3 ആക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ ഡീപ്പായിട്ടായിരിക്കും 10 ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ കിട്ടും ഈ 0/3 ഇങ്ങനെ കൊടുത്താല്. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണ്. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചു. ഇപ്പൊ തന്നെ ഫീവർ ബ്രയോണിയ ഇപ്പൊ 200 ഒരു ഡോസ് അവിടെ വെച്ച് കൊടുക്കും. എന്നിട്ട് ബ്രയോണിയ 0/3 ഞാൻ ഈ കുപ്പിക്കകത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ കുടിച്ചോളാൻ പറയും. അതൊക്കെ ഈ ഓഫീസിൽ പോകുന്നവരൊക്കെ വരുമ്പോ അങ്ങനെ കുടിച്ചോളാൻ പറയുമ്പോഴത്തേക്ക് അവർക്ക് നല്ല റിലീഫാണ്, നല്ല ഒരു പ്രശ്നമില്ല. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഈ പനി, ജലദോഷം, ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ 0/3 വണ്ടർഫുൾ ആക്ഷൻ ആണ് ഡോക്ടർ. വണ്ടർഫുൾ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ ബ്രയോണിയ ചിലതൊന്നും ശരിക്കും സിംറ്റം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഇപ്പൊ ബ്രയോണിയ ആണെന്ന് നമുക്ക് തോന്നുക. അറ്റ് ദ സെയിം ടൈം
റെസ്റ്റോക്സിന്റെ സിംറ്റം കാണിക്കുന്നു വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ബ്രയോണിയ 200 കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ 1-2 ഡോസ് ബ്രയോണിയ 200 കൊടുത്തിട്ട് റെസ്റ്റോക്സ് 0/3 അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുത്തു നോക്ക്. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും അക്യൂട്ട് ഡിസീസസിന്. അതുപോലെ തന്നെയാണ് ഈ ഇതേവരെ ഒരു 10-40 വർഷമായിട്ട് എനിക്ക് ഒരൊറ്റ ഫിറ്റ് കേസ് പോലും കിട്ടിയിട്ടില്ല. ഏത് പനി ഒരു കാലത്ത് സ്ഥിരമായിരുന്നു. ഈ ബെല്ല് വണ്ണം ഏത് ഫീവറിനും ടെമ്പറേച്ചർ ഉണ്ടോ നമ്മൾ ഡോസ് കൊടുത്തേക്കാം, 1-2 ഡോസ്. അതുകൊണ്ട് തന്നെ പാരസിറ്റമോള് എൻ്റെ ഒരു പേഷ്യന്റും കഴിക്കത്തില്ല. കാര്യം ഞാൻ അവരുടെയൊക്കെ വീട്ടില് ബെല്ല് വണ്ണം കൊടുത്തിട്ടുണ്ട്. അവർക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 4-5 പൗഡർ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. എപ്പോ പനി ടെമ്പറേച്ചർ അങ്ങനെ രാത്രി ഉണ്ടാകുകയാണെങ്കിൽ പാരസിറ്റമോൾ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊടുത്തോളൂ. 100% നിങ്ങളുടെ കുട്ടിക്ക് ഫിറ്റ്സ് വരത്തില്ല. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ മരുന്ന് ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ചെറിയ സ്പൂൺ വെച്ച് ഒരു 15 മിനിറ്റ് ഇടവിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എൻ്റെ കൊണ്ട് കാണിക്കും. ചിലപ്പോ അതുകൊണ്ട് മാത്രം തന്നെ പിറ്റേ ദിവസം ടെമ്പറേച്ചർ മാറും. അതുപോലെ ശൈല ചോദിച്ചില്ലേ അക്യൂട്ട് കംപ്ലൈൻസിന് സെപ്പിയ ഉപയോഗിക്കാമോ എന്നുള്ളത്. അപ്പൊ അക്യൂട്ട് കംപ്ലൈൻസ് ഫീവർ ഒക്കെ വരികയാണെങ്കിലും ഡള്ളും ആണ്, ചില്ലിയാണ്, ഫേസ്റ്റ്ലെസ് ആണെങ്കിൽ നമുക്ക് സെപ്പിയ കൊടുത്താൽ നല്ല ഇഫക്റ്റീവാണ്. പ്രത്യേകിച്ച് കുട്ടികള് ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഇങ്ങനെ കിടന്നോളും. ഇതായിട്ട് ബ്രയോണിയൊക്കെ കിടക്കണ പോലെ ഒരു കംപ്ലൈന്റും ഇല്ല. ആ വേദനയൊന്നും പറയില്ല ഇതായിട്ട്. പക്ഷെ അവർക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാല് അവരെ ആ സമയത്ത് ഉപദ്രവിക്കരുത്. അവരെ ഇങ്ങനെ ചെന്ന് ഇങ്ങനെ എന്താ പറയുന്നത്, മോനെ വെള്ളം വേണോ അല്ലെങ്കിൽ എണീറ്റ് വിട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും, അവർ ഇറിറ്റേറ്റഡ് ആവും. ഇല്ലെങ്കിൽ അവരനങ്ങാതെ കിടന്നോളും. അതിനെപ്പറ്റി അവരൊക്കെ TV കാണണ്ട, നല്ല TV കാണുന്ന കുട്ടിയായിരിക്കും. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞാൽ അവര് TV കാണില്ല അല്ലെങ്കിൽ പാട്ട് കേൾക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് സെപ്പിയ കൊടുത്തിട്ടുണ്ടാവും. ഒരു പേഷ്യന്റ് പത്തനംതിട്ട എന്നൊരു ഹോമിയോ ഡോക്ടറാണ് എന്നെ അടുത്ത കാലത്ത് വിളിച്ചിട്ട് ഒരു കുട്ടിക്ക് ഇത് വന്നു, ഫീവർ വന്നു. പിന്നെ അലോപ്പതി കൊണ്ടുപോയി, കുറഞ്ഞില്ല. ഈ ഹോമിയോ ഡോക്ടർ ചികിത്സിച്ചു, ടെമ്പറേച്ചർ എല്ലാം കുറഞ്ഞു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാമോ? ഈ കുട്ടി മിണ്ടത്തുമില്ല, സംസാരിക്കത്തുമില്ല, എവിടെങ്കിലും ഇങ്ങനെ പമ്മിപ്പോയി കിടക്കുക. അപ്പൊ എന്നെ വിളിച്ചു. എനിക്ക് ആ ഡോക്ടറെ അറിയാനും പോലും ഇല്ല, അറിയാൻ മേല. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേക്കുന്നത്, ഒന്നും വേണ്ട, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. അതായത് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, OPM വണ്ണം എടുത്ത് ഒരു ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇറ്റിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇടവിട്ട് 3 ഡോസ് കൊടുക്കുക, പിന്നെ കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ ആയപ്പോ ഉണ്ടല്ലോ അത് മാറി, കുട്ടി ആക്റ്റീവായി, എല്ലാം ഇതായി. അത് മുമ്പേ സെപ്പിയുടെ ഞാൻ സെപ്പിയ ചില്ലിയാണ്, അതേ സമയത്ത് ഓപ്പിയം ഹോട്ടാണ്. അവര് ഭയങ്കര ഹോട്ടാ. സെപ്പിയ അതേ സമയത്ത് ചില്ലി ആയിരിക്കും. അതാണ് ആ ഡിഫറൻസ്. ഓപ്പിയം ഇതുപോലെ തന്നെ അവർക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ കിടന്നോളും, പക്ഷെ അവര് ഹോട്ടായിരിക്കും. പക്ഷേ ഡോക്ടറെ വേറൊരു കാര്യമുണ്ട്. അതായത് എന്താണെന്നറിയാമോ, ഇത് ഡോക്ടർ പറഞ്ഞത് ഈ വിജയ്കറിന്റെ മറ്റേ അക്യൂട്ട് ചാർട്ട് ഉണ്ടല്ലോ, അക്യൂട്ട് ചാർട്ടില് ഇത് പറയുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് അക്യൂട്ട് ചാർട്ടില്. ഞാനത് നോക്കിയിട്ടുണ്ട്. അത് കൊള്ളാം. അത് വെച്ചോണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ നമുക്ക് കൊച്ചു കുട്ടികളില് നമുക്ക് ചില്ലിയും ഹോട്ടും തെർമൽ റിയാക്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമാണ്. അവർക്ക് നമ്മൾ പുതയ്ക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ വിറയ്ക്കണ പോലെ കാണിക്കും. ആ സമയത്താണ് അത് വരുന്നത്. ഞാൻ ഈ പ്രഭു വിജയക്കറിന്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത മൂന്നാറില് ഒരു 6-7 ദിവസത്തെ, അന്ന് 1-2 കേസ് ഇങ്ങനെ അതുകൊണ്ട് എനിക്കിപ്പോ കയ്യില ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ അക്യൂട്ട് കംപ്ലൈന്റിന് ഇത് കൊടുക്കാമോ എന്നുള്ളത്. അന്ന് 2 ഇത് അവര് ഡോക്ടർ പറഞ്ഞത് സെപ്പിയും ഓപ്പിയവുമാണ്. ആന്റിഡാട്ടും പറഞ്ഞു, പക്ഷെ ഈ സെപ്പിയും ഇതും ചില്ലിയാണ്. കുട്ടി പുറയ്ക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓപ്പിയം, ഇല്ലെങ്കിൽ സെപ്പിയ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ തന്നെ ചിലപ്പോ ഡെൽസീമിയം കൊടുക്കേണ്ടതിന് പകരം നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മെഡിസിൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു റോങ് ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുത്താല്
നമുക്ക് ഒരു ഡോസ് സെപ്പിയ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അത് കിട്ടും, ഒരു ആന്റിഡോട്ട് പോലെ നമുക്ക് കൊടുക്കാമെന്ന് അന്ന് ആ ഡോക്ടർ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ വിജയകറിന്റെ തിയറി ഓഫ് അക്യൂട്ട്സ് നല്ലതാ കേട്ടോ. തിയറി ഞാൻ ഒരു സമയത്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ബുക്ക് നോക്കിയിട്ട് കിട്ടിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോ നോക്കിയിട്ട് പറഞ്ഞേനെ. എന്റെ ആ അല്ല ബുക്ക് ഡോക്ടറെ എന്റെ ഒക്കെ ഇരിപ്പുണ്ട് ആ ബുക്കെല്ലാം. അതിന്റെ ചാർട്ടിന്റെ അതിന്റെ ഫോട്ടോ കോപ്പി എല്ലാം എന്റെ ഒക്കെ ഉണ്ട്. ഞാൻ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. പക്ഷെ പിന്നെ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വിട്ടുകളഞ്ഞു. എനിക്ക് ഒരു പനിയൊക്കെ ചികിത്സിക്കാനൊന്നും ഒരു പ്രയാസമില്ല. എൻ്റെ മോക്ക് 2ാമത്തെ വയസ്സില് പെരികാർഡൈറ്റിസ് ഉണ്ടായി. പെരികാർഡൈറ്റിസ് ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷൺമുഖൻ പറഞ്ഞു, ഡോക്ടറെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം, കുഞ്ഞിന് പെരികാർഡൈറ്റിസ് ആണ്, അവൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അവളുടെ ഹാർട്ട് റേറ്റ് കൂടുതലാണ്, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. തൊട്ടി ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ അവൾ അനങ്ങത്തില്ല, അനങ്ങാതെ കിടക്കും. ഞാൻ അതിന് കൊടുത്ത മരുന്ന് ഓപ്പിയമാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഓപ്പിയത്തിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാനന്ന് 200 പൊട്ടൻസി ഒരു ഡോസേ കൊടുത്തുള്ളൂ, ഒറ്റ ഡോസ്. എന്നിട്ട് വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ആയപ്പോൾ അവൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. എന്നിട്ട് പതുക്കെ ഇമ്പ്രൂവ് ചെയ്തു. ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ഡോസ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡോസും കൂടെ കൊടുത്തു. അവൾ ആക്റ്റീവായി. അപ്പോൾ ഓപ്പി എന്നൊക്കെ പറഞ്ഞാൽ വണ്ടർഫുൾ റേഞ്ച് ഓഫ് ആക്ഷൻ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ തന്നെ ഈ എന്താണ് ഇപ്പോഴത്തെ, ഞാൻ കുറ്റം പറയാതെ ഞാൻ പറയാം. ഇപ്പൊ എന്താണ് ഹോമിയോപ്പതി യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പീഡിയാട്രീഷ്യന്റെ ക്യൂവിൽ നിൽക്കേണ്ട ഗതികേട് വരുന്നത് എന്താണ് വരുന്നത്? അവരതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ അവരവരുടെ കുഞ്ഞുങ്ങളെയും അവരവരുടെ അച്ഛനെയും അമ്മയും ചികിത്സിക്കാതിരിക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ചികിത്സിക്കുമ്പോഴേ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളെ ഈ രീതിയിലാക്കുന്നത്, അറിയാമോ? അതുകൊണ്ട് ഏത് ഹോമിയോപ്പതി ഡോക്ടർ ആണെങ്കിലും ഹോമിയോപ്പതി ഡോക്ടർ മെഡിസിൻ കൊണ്ട് ഒരാളും മരിക്കത്തില്ല, 100% മരിക്കത്തില്ല. സാറേ, അതെ, കൊച്ചിലെ നമ്മളെ കുട്ടികൾക്ക് ഹോമിയോ മരുന്ന് ആണ് കൂടുതലല്ല അതായി കൊടുത്തിട്ടുള്ളെങ്കിൽ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒരു അസുഖവും ഇല്ല. വളരെ ശരിയാത്. എന്താണെന്നറിയാമോ? അവരുടെ യാതൊരു ഇമ്മ്യൂണിറ്റിയെ യാതൊരു രീതിയിലും ഹാമ്പർ ചെയ്തിട്ടില്ല. ഡോക്ടറെ ആദ്യകാല പ്രാക്ടീസിലെ ഞാൻ 200 പേജിന്റെ ഒരു നോട്ട്ബുക്ക് വെച്ചിരുന്നു. അതിനകത്ത് ഇപ്പൊ വാക്സിനേഷൻ കൊടുക്കത്തില്ലേ, അതുപോലെ ഞാൻ ഇടവിട്ട് പിന്നെ ഈ ലാത്തിറസ്, വണ്ണം, അത് കഴിഞ്ഞിട്ട് എണ്ണം, അത് കഴിഞ്ഞ് സ്ഥിരം, അതുപോലെ തന്നെ ഈ ഓരോന്നിനും ഇതുപോലെ തന്നെ കൊടുക്കുമായിരുന്നു. ഓരോ ഇതിനെ പോളിയോയ്ക്ക് ലാത്തിറസ്, പിന്നെ ടെറ്റാനസിന് ഹൈപ്പറിക്കം, പിന്നെ ഇത് വില്ലൻ ചുമയ്ക്ക് പെർട്ടൂസിൻ. ഇതിങ്ങനെ അങ്ങനെ ഒരു ബുക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ബുക്ക് തന്നെ വെച്ചാണ് നമ്മളൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അതാ കൊടുക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ അത് തന്നെ കൊടുത്തത്. അതുകൊണ്ട് എന്ത് പറ്റി? എൻ്റെ കുട്ടിക്ക് ഞാൻ ഇതാ കൊടുക്കുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് വേണമെങ്കിൽ തരാം, ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ പറഞ്ഞാ കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ കുട്ടിക്ക് ഇതാ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഡോക്ടറുടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുട്ടിക്ക് എന്താ, ഞങ്ങള് കൊടുത്തോളാം എന്ന് പറയും. അപ്പൊ ഈ രീതിയിൽ ഈ ഹോമിയോപ്പതിക് സിസ്റ്റം എന്ന് പറയുന്നത് അറിയാമോ, ഈ ചെയ്യുന്ന ഡോക്ടർക്ക് ആദ്യം കോൺഫിഡൻസ് വേണം. ചെയ്യുന്ന ഡോക്ടർക്ക് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ഹോമിയോപ്പതി പിന്നെ അങ്ങോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒരു പേഷ്യന്റ് നമ്മുടെ വരുമ്പോൾ സാരമില്ല എന്ന് നമ്മൾ പറയുന്ന പ്രാപ്തിയിൽ എത്തിച്ചേരണം. അങ്ങനെ പ്രാപ്തിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്ടർ ശരിയാ, നല്ല ഹോമിയോ ഡോക്ടറാണെന്ന് അവർ പറയും. സാരമില്ല എന്ന് കേൾക്കുമ്പം അവന്റെ പകുതി അസുഖം പോകും. അപ്പൊ അത് പറയാനുള്ള കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഒരിക്കലും ഫെയിൽ ആവത്തുമില്ല, വലിയ പ്രചാരം കിട്ടുകയും. ഓക്കെ, ഹരിഹരൻ സാറേ, അമ്പാടി മാഡത്തിന് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എന്തായാലും ഇന്ന് നിത്യ ഡോക്ടർ ക്ലാസ് ആയിരുന്നു. നിത്യ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കുന്ന തോന്നുന്നു. അല്ല, നിത്യ ഡോക്ടർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. എന്തായാലും അമ്പാടി മാഡം ഹരിഹരൻ സാറും അതങ്ങ് ഏറ്റെടുത്തു വളരെ ഭംഗിയാക്കി. ഹരിഹരൻ സാറിന് ഇന്ന് പറഞ്ഞിട്ടും തീരാത്തത്രയും
കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് സെപ്റ്റിയെ കുറിച്ച്, അതുപോലെ അമ്പാടി മാഡം. നീ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഇന്നേ ഒരു നല്ല മൂഡിലായിരുന്നു. അതാണ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രശ്നമൊന്നുമില്ല ഇന്ന്. പ്രശ്നമൊന്നുമില്ല. ഇന്ന് എനിക്ക് മൂന്ന് ക്രോണിക് ഡിസീസസ് എന്റെ പഴയത് വന്നു. അത് 3 പേർക്ക് നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു. അവരെല്ലാരും ഓരോ മാസത്തെ മരുന്ന്. അപ്പൊ ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു. ക്ലിനിക്കിൽ നിന്ന് വരുമ്പോ തന്നെ ഞാൻ സന്തോഷമായിട്ടാണ് വന്നത്. അവർക്ക് ഗുണം ഒരു ഒന്നൊരു ക്യാൻസർ കേസാണ്. അങ്ങേർക്ക് 84 വയസ്സുണ്ട്. അങ്ങേരുടെ ഈ യൂറിനറി ബ്ലാഡറിലാണ് ട്യൂമർ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് അത് അങ്ങേർക്ക് ഞാൻ മരുന്ന് കൊടുത്തു. മൂത്രം പോകുന്നില്ലായിരുന്നു. പോകുന്ന മൂത്രം രക്ത കളറായിരുന്നു. അത് ഇപ്പം അത് നോർമൽ യൂറിനായി. അതിൽ കഞ്ഞി കുടിച്ചു. അപ്പൊ ആ മോൾക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ആ സന്തോഷം എനിക്കും കൂടെ കിട്ടി. ആ സന്തോഷം നമുക്കും പങ്കുവെച്ചു തന്നു. അതെ, ആ സന്തോഷം. ശാന്താചന്ദ്രനുണ്ട് ശൈല. ശാന്തയ്ക്കും ഉണ്ടാവും കുറെ സെപ്പിയ പറയാൻ. പക്ഷെ ഇനി അധികം സമയമില്ല. ശാന്താചന്ദ്രൻ മാഡം കുറെ തൊഴുകൈയൊക്കെ ഇട്ടിട്ടുണ്ട്. ചിരി സ്മൈലി ഇട്ടിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ശാന്താചന്ദ്രൻ മാഡം ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ വന്നല്ലോ. വന്നല്ലോ വനമാല. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. രമയുടെ ഹരിഹരൻ ഡോക്ടർ ഹാപ്പി ആയിട്ടല്ല അതിന് സ്മൈലി ഇട്ടത്. എല്ലാവർക്കും സന്തോഷം. ഞാന് സെപ്പി ഒറ്റ വാക്കിൽ ഒരു കാര്യം പറയാം. മാനിഷ് വുമൺ. ഫെർട്ടിലിറ്റിയില് ഒരുപാട് സാധ്യതയുള്ള ഒരു മെഡിസിൻ. ഒരുപാട് പച്ച മലയാളത്തിൽ പറഞ്ഞാല് സ്ത്രീകളിലെ പുരുഷൻ. അതെ, അത് പറഞ്ഞപ്പോ തന്നെ ഒരു വ്യക്തിത്വം മനസ്സിൽ വരികയും ചെയ്ത. ഇനി ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. നമ്മളെ ഒരു പ്ലാറ്റ്ഫോം ആയി ഞാൻ പറഞ്ഞോളാം. നമുക്ക് ഏതാണ്ട് നമ്മുടെ നാട്ടിൽ എടുക്കണ്ട. മാർട്ടിനാൻ അവരത്തിലോവേ എടുത്ത പഴയ വിംബിൾഡൺ അപ്പൊ പ്രശ്നം തീർന്നു. മലയാളം കേട്ടവര് ഇതുണ്ടാവില്ല. അവര് ഇതുവരുമില്ല, കേസ് കൊണ്ടുവരില്ല. അത് ചിന്തിക്കുമ്പോ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. കുറെ കാര്യങ്ങൾ അത് ആലോചിക്കുമ്പോ തന്നെ കിട്ടും. ഡോക്ടറെ, ഇതുപോലെ തന്നെ ആണുങ്ങളിലെ സ്ത്രീയുണ്ട്. അതാരാണെന്ന് പറയാമോ? ആണുങ്ങളിലെ സ്ത്രീ ഡോക്ടറെ പൾസാറ്റില ആണുങ്ങളിലെ സ്ത്രീയാണ്. അങ്ങനെ ഒരു കേസ്, ഒരു ഇൻഫെർട്ടിലിറ്റി കേസ് വന്നു. പക്ഷെ പൾസാറ്റിലോട്ട് എന്നൊക്കെ ഞാൻ കൊടുത്തു നോക്കി. എന്നിട്ടും അങ്ങോട്ട് വ്യത്യാസം വരുന്നില്ല. ആസൂസ്പെർമിയാണ് കേസ്. ഡോക്ടർ, അതിന് ആ സ്ഥാനത്ത് പിന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആന്റി സൈക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗ് കൊടുക്കണം ഡോക്ടറെ. ക്രോണിക് കൊടുക്ക്, സൈലിഷ് കൊടുക്ക്. അപ്പൊ മനസ്സിലായോ? പൾസാറ്റിലാണ്. അപ്പൊ അതിന്റെ ക്രോണിക് കൊടുക്കൂ. അക്യൂട്ടിനല്ലേ കൊടുത്തത്, ഇനി ക്രോണിക് കൂടെ കൊടുക്കുക. ആസൂസ്പെർമിക്ക കൊടുത്ത് പൾസാറ്റില കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കൊടുക്കുക. ഓരോരുത്തർക്കും ഒരേ നേച്ചർ ആണല്ലോ. ഞാൻ ഇതാണ് കൊടുക്കുന്നത്. ഞാൻ ഒന്നില്ലെങ്കിൽ മെഡോറിനം അല്ലെങ്കിൽ തൂജ. ഇത് CM പൊട്ടൻസി ഓരോ ഡോസ് വെച്ച് കൊടുക്കും. ഏതെങ്കിലും ഒന്ന് അത് സിംറ്റം നോക്കിയിട്ട് അയക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് മെഡോറിനമായിരിക്കും വരുന്നത്. വലുതുമായിരിക്കും. ഡോക്ടർ, അത് നോക്കാൻ മേലായിരുന്നോ? അതിന് അങ്ങനെ വരുന്ന മെയിലിനെ നോക്കാൻ മേലായിരുന്നു. അങ്ങനെ ഉണ്ട്. നോക്കണം. അത് ഞാൻ ആ രീതി ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരുന്നു പറയാമായിരുന്നു. ഇത് പറഞ്ഞപ്പോ ഒരു സംശയം. ഹൈഡ്രോസിൽ കേസ് മാറിയിട്ടുണ്ടോ? നല്ല വലുതായത്. ഹൈഡ്രോസിലിന് ഇത് വരും. ഫൈലേറിക് ഇപ്പിഡിഡിമോ ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എപ്പിഡിഡിമോ ഓർക്കൈറ്റിസ് അതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈലേറിക് വേം വന്നിട്ട് ഈ സ്പെർമാറ്റിക് കോഡി വന്നു കഴിഞ്ഞ് ലോഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട്
ഈ ഓർക്കൈറ്റിസ് ഉണ്ടാക്കും. ഓർക്കൈറ്റിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സ്പെർമാറ്റോസോവ ജനറേറ്റ് ചെയ്യത്തില്ല. അതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഹൈഡ്രോകോട്ടയിലാണ്. ഹൈഡ്രോകോട്ടയിൽ ടെന്നമൂർ പൊട്ടസ്യം കൊടുക്കണം, ഹൈഡ്രോകോട്ടയിൽ ടിഞ്ചറും കൊടുക്കണം. ദാറ്റ് ഈസ് ദ മെഡിസിൻ. ആഴ്സനിക് ആൽബ് വേണമെങ്കിൽ എന്തെങ്കിലും ഫീവറോ വല്ലോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആഴ്സനിക് ആൽബ് ടെന്നമൂർ ഡോസ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ ഹരിഹരൻ സാറേ, നമ്മളെ സമയം കഴിഞ്ഞു. ഹ്യൂബർട്ട് ഡോക്ടറെ, അപ്പൊ നമുക്ക് ഹരിഹരൻ സാറിന്റെ അമ്പാടി മാഡത്തിന്റെയും ക്ലാസ്സിൽ 72 പേരുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് 27 പേര്. നമുക്ക് പറഞ്ഞുകൂടാ. ഇംഗ്ലീഷ് ക്ലാസ്സിലും ഇത്രയും പേര് തന്നെ ഉണ്ടാവണം എന്നാണ് നമ്മളെ ആഗ്രഹം. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കും അറ്റൻഡ് ചെയ്യാൻ സമയമില്ലെങ്കിലും ഒന്ന് കേറി ഓണാക്കി ഇട്ടേക്കണം. അത്രയെങ്കിലും എല്ലാവരും ചെയ്യണം. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിന് എപ്പോഴും ആള് കുറവാണ്. അത് പാടില്ല. മലയാളത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷിനെയും പ്രോത്സാഹിപ്പിക്കണം. ആരും കേൾക്കണമെന്നില്ല, കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി. ആ സമയത്ത് ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെ ഒന്ന് ഓണാക്കി തീർച്ചയായിട്ടും എല്ലാവരും വെക്കണം. എന്തായാലും ഇന്ന് നിത്യ ഡോക്ടർ ക്ലാസ് ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ടുന്ന ദിവസമായിരുന്നു. അത് എന്തായാലും നല്ല ഭംഗിയാക്കി ഹരിഹരൻ സാറും അമ്പാടി മാഡവും കൂടെ ചേർന്നതിനെ വളരെ നന്നാക്കി. പങ്കാളിത്തവും ഒരു 79 പേര് 80 പേരോളം ഉണ്ടായിരുന്നു. സെപ്പിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. എന്തായാലും രണ്ടുപേർക്കും വലിയൊരു നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. നമുക്ക് ഇന്ന് ക്ലാസ് ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഈ 2 വ്യക്തികൾക്ക് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ്. നന്ദി ഇങ്ങനെയാണ് പറയേണ്ടത്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അല്ലേ ഹരി? ഒരു ഡോസ് കോഫി കഴിച്ചോളൂ കേട്ടോ ഹരി. ഒരു ഡോസ് കോഫി കഴിച്ചിട്ട് കിടക്കാം. നമ്മളങ്ങ് എക്സൈറ്റഡ് ആയിപ്പോയി. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയില്ലേ പെട്ടെന്ന്? അങ്ങനെയല്ല ശൈല പൊക്കിയത് നമ്മളെ. അല്ല, അതിന് ഒരു എന്താണ് എക്സാഗറേഷൻ ഒന്നും വേണ്ട. കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ശരിയാണ്. വളരെ നന്നായിരുന്നു. അല്ലെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ഹ്യൂബർട്ട് ഡോക്ടർക്ക് പറ്റുമോ എന്ത് ചെയ്യാൻ? ധനേഷ് ഡോക്ടർ